ശരിക്കും ബ്രാൻഡൻ ഫെർണാണ്ടസ് എഫ് സി ഗോവയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇപ്പോൾ സംശയിക്കണം. കാരണം സാധാരണഗതിയിൽ തന്നെ വളർത്തി വലുതാക്കിയ ഒരു വൻപൻ സംഭവമൊക്കെ ആക്കിയ ക്ലബിനോട് എല്ലാ താരങ്ങൾക്കും ഒരു മമതയും സ്നേഹമൊക്കെ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ബ്രാൻഡൻ ഫെർണാണ്ടസ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നത് മുംബൈ സിറ്റി എഫ് സിയിൽ കൂടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. പിന്നീട് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് കിട്ടിയ വീരപരിവേഷം വളരെ വലുതായിരുന്നു. അവർ തങ്ങളുടെ ക്യാപ്റ്റനായിട്ട് നിയമിക്കുന്നു. ഒരുപാട് പ്രിവിലേജസ് എഫ് സി ഗോവയിൽ ബ്രാൻഡൻ ഫെർണാണ്ടസ് അനുഭവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ മൂലം എഫ് സി ഗോവ ഒഴിവാക്കി തന്നെ വളർത്തി വിട്ട അല്ലെങ്കിൽ തനിക്ക് ISL അരങ്ങേറ്റത്തിന് വേദി ഒരുക്കിയ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ബ്രാൻഡൻ ഫെർണാണ്ടസിനെ എഫ് സി ഗോവയെക്കുറിച്ച് പറയുമ്പോഴായിരിക്കും ഓർമ്മ വരിക എന്നുള്ളത് സത്യമാണ്. പക്ഷേ ബ്രാൻഡൻ ഫെർണാണ്ടസ് ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അത്ര സ്നേഹവും മമതയും ഒന്നും എഫ് സി ഗോവയോട് കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം ISLന്റെ ഫിക്സ്ചർ വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് മുംബൈ സിറ്റി എഫ് സിയിൽ ഞാൻ എഫ് സി ഗോവയ്ക്കെതിരെ എന്ന് കളിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മുംബൈ സിറ്റി എഫ് സിയുടെ ജേഴ്സിയിൽ എഫ് സി ഗോവയ്ക്കെതിരെ മുംബൈ സിറ്റി പ്ലെയർ ആയിട്ട് കളിക്കാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് എന്ന് ബ്രാൻഡൻ ഫെർണാണ്ടസ് പറയുമ്പം പുള്ളി എഫ് സി ഗോവയ്ക്കെതിരെ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ബ്രാൻഡൻ ഫെർണാണ്ടസിന്റെ പ്രതീക്ഷകൾ എങ്ങനെ പ്രതിഫലിക്കും എന്ന് കാത്തിരുന്ന് കാണാം. പുള്ളി ISL ഫിക്സർ വന്നപ്പോൾ ആദ്യം നോക്കിയത് ഗോവയ്ക്കെതിരെ മുംബൈക്ക് വേണ്ടി എന്ന് കളിക്കാൻ പറ്റുമെന്നാണ്. അത് എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് കാണാം. റിസൾട്ട് എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. മറ്റേ തുളുനാട്ടിൽ നിന്നും കള്ളച്ചൂത് പിടിച്ചു വന്ന കള്ള ബഡുവ എന്ന് പറയുന്നത് പോലെ മുംബൈ സിറ്റിയിൽ നിന്നും എഫ് സി ഗോവയിലേക്ക് പോയി അവിടെ തടവുകളെല്ലാം പഠിച്ചെടുത്ത ശേഷം മുംബൈയിലേക്ക് തന്നെ തിരികെ വന്ന് ഗോവയുടെ നെഞ്ചത്തേക്ക് പടവെട്ടാനാണോ ബ്രാൻഡന്റെ പുറപ്പാട് എന്ന് കാത്തിരുന്ന് കാണാം.